നമസ്തേ. മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. തൊഴിൽ മനുഷ്യരുടെ ദൈവമാണ്. എന്നാൽ പലർക്കും തൊഴിലിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നുമുണ്ട്. തൊഴിലിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും തടസ്സങ്ങളും മാറ്റുവാൻ വേണ്ടി നാം ഏതൊക്കെ ദേവതകളെയാണ് പൂജിക്കേണ്ടത്? ഓരോ തൊഴിലിനും ഓരോ ദേവതകൾ തന്നെയുണ്ട്. ആ ദേവതകളെ വേണ്ടവിധം പൂജിക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യങ്ങളും തൊഴിലിൽ അഭിവൃദ്ധിയും വന്നുചേരുന്നതാണ്. മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ പൂജിക്കേണ്ടത് ധന്വന്തരി മൂർത്തിയെയാണ്. ധന്വന്തരി മൂർത്തി ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. വീട്ടിലോ ഓഫീസിലോ ധന്വന്തരി മൂർത്തിയുടെ ഫോട്ടോ വെച്ച് വിളക്കുകൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നതാണ്. മെഡിസിന് പഠിക്കുന്നവർ സരസ്വതി ദേവിയെയും ഈ ദേവതകളെയും പൂജിക്കുന്നത് വിദ്യാ തടസ്സം കൂടാതെ വിദ്യ പൂർത്തിയാക്കുവാൻ സാധിക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാനും കഴിയും. ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്കും ഹോട്ടൽ നടത്തിപ്പുകാർക്കും പ്രാർത്ഥിക്കേണ്ട ദേവത അന്നപൂർണേശ്വരിയാണ്. അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നപൂർണേശ്വരിയുടെ ഫോട്ടോ വീട്ടിലോ സ്ഥാപനത്തിലോ വെച്ച് വിളക്ക് കൊളുത്തുന്നതും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കോ നിയമം പഠിപ്പിക്കുന്നവർക്കോ നിയമം പഠിക്കുന്നവർക്കോ അതായത് അഡ്വക്കേറ്റുമാർക്ക് ഇവർ സരസ്വതി ദേവിയെ പൂജിക്കുന്നതും മൂകാംബികാ ദേവിയെ പൂജിക്കുന്നതും സർവ്വ ഐശ്വര്യസിദ്ധി ഉണ്ടാക്കുന്നതാണ്. വൈകുന്നേരങ്ങളിലോ രാവിലെയോ വീട്ടിൽ ഈ ദേവിമാരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ ദേവിമാരുടെ സർവ്വ ഐശ്വര്യസിദ്ധിയും നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നാക്കിൽ സരസ്വതി ദേവിയുടെ വിളയാട്ടം വന്നു ചേരുന്നു. എല്ലാ തരം ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും പൂജിക്കേണ്ട ദേവതകൾ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണപതിയുമാണ്. ഈ ദേവതകളെ വേണ്ടവിധം പൂജിച്ചാൽ ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ഭവിക്കുകയും അതുപോലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ ഈ ദേവതകളെ പൂജിച്ചാൽ ഇവരുടെ തൊഴിലിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ഫലമാകുന്നു. ഇരുമ്പ്, തടി, കെട്ടിടപ്പണി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഈ മേഖല വ്യാപാരമായി തിരഞ്ഞെടുക്കുന്നവർക്കും പ്രാർത്ഥിക്കേണ്ട ദേവതകൾ ഭദ്രകാളിയും ശാസ്താവുമാണ്. ഈ ദേവതകളെ വേണ്ടവിധം പൂജിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഇവരിൽ വന്നു ചേരുന്നതാണ്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ശിവഭഗവാനെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. ശിവഭഗവാന്റെ ഫോട്ടോ വാങ്ങി വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് അത്യുത്തമമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഭദ്രകാളി ദേവിയെയും സർപ്പദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതായത് ഭൂമി വ്യാപാരം നടത്തുന്നവർക്ക് സുബ്രഹ്മണ്യനെയും സർപ്പദൈവങ്ങളെയും പൂജിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാർക്കും ഹനുമാൻ സ്വാമിയെയും ശാസ്താവിനെയും പൂജിക്കുന്നത് അത്യുത്തമമാണ്. അധ്യാപകർക്ക് സരസ്വതി ദേവിയെയും മൂകാംബികാ ദേവിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ ദേവതകളുടെ ഫോട്ടോ വെച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതും സരസ്വതി ദേവിയുടെ സ്തോത്രങ്ങൾ ഉച്ചരിക്കുന്നതും ഉത്തമമാണ്. മൂകാംബികാ ദേവിയെ പൂജിക്കുന്നതും മൂകാംബികാ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. പോലീസ്, ആർമി, നേവി, എയർഫോഴ്സ് എന്നീ മേഖലയിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും സുബ്രഹ്മണ്യനെയും ശിവനെയും പൂജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെയോ ശിവൻ്റെയോ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും ഈ ദേവന്മാരുടെ സ്തോത്രങ്ങൾ ഉച്ചരിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. തുണി വ്യാപാരം നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കേണ്ട ദേവതകൾ ലക്ഷ്മി ദേവിയെയും വിഘ്നേശ്വരനെയും ഇവർ യഥാവിധി പ്രകാരം പൂജിച്ചാൽ സർവ്വ ഐശ്വര്യസിദ്ധികളും ഇവരിൽ വന്നു ചേരുന്നതാണ്. ഇവരുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വിളക്കിനു മുന്നിലായി ലക്ഷ്മി ദേവിയുടെയും വിഘ്നേശ്വരൻ്റെയും ഫോട്ടോ വെച്ച് പൂജിക്കുന്നത്
വളരെ ഉത്തമമാകുന്നു. ഇപ്പറഞ്ഞ തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ ഈ ദേവതകളുമായി ബന്ധപ്പെട്ട ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ഈ ദേവതകളുടെ ഫോട്ടോ സ്ഥാപനത്തിലോ വീട്ടിലോ വിളക്കിന് മുന്നിലായി വെച്ച് വിളക്ക് കൊളുത്തുന്നതും ഉത്തമമാണ്. എല്ലാ വിദ്യാർത്ഥികളും സരസ്വതീ ദേവിയെയും അതാത് തൊഴിൽ ദേവന്മാരെയും പൂജിക്കുന്നത് സർവ ഐശ്വര്യ സിദ്ധി ഉണ്ടാക്കുന്നതാണ്.